സംവിധാനം ചെയ്ത ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ വെച്ച് യുവനടിയെ പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തിയ സംവിധായകരെ അറസ്റ്റ് ചെയ്യാൻ ഹൈദരാബാദ് പോലീസ് കൊല്ലം ഓച്ചിറയിലെത്തി. െല്ലാം ആദ്യം മുതൽ പൃഥ്വിരാജിനോടും മറ്റും പറഞ്ഞിരുന്നു. ലൊക്കേഷനിലുള്ള സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളോട് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം സഹസംവിധായകനിൽ നിന്നും ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ ഇത്തരം കാര്യങ്ങളിലൊന്നും നടപടിയെടുത്തില്ല എന്നാണ് പറയുന്നത്. പകരം സഹസംവിധായകനെ സിനിമയുടെ ബാക്കി ഭാഗങ്ങളിലെ ജോലിയിൽ നിന്നും ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു. നിയമ നടപടിയോ മറ്റു കാര്യങ്ങളോ ഒന്നും യുവതിക്ക് നീതി ഉറപ്പാക്കുവാനുള്ള കാര്യങ്ങളൊന്നും സീനിയർ ആർട്ടിസ്റ്റുകൾ ഇടപെട്ട് ചെയ്തിട്ടില്ല. പിന്നീട് നമസ്കാരം. നിങ്ങൾ എത്ര പേര് ഈ ന്യൂസ് കേട്ടു എന്നുള്ള അറിയില്ല. ഞാൻ ആകെ ഈ ന്യൂസ് കണ്ടത് ഒരൊറ്റ ചാനലിലാണ്, അതായത് കർമ്മ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനലിൽ മാത്രമേ ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടുള്ളൂ കേട്ടോ. വേറെ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഏതായാലും വിഷയം ഇതാണ്. ബ്രോ ഡാഡി എന്ന് പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിലെ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ലാലേട്ടനും പൃഥ്വിരാജും, മീന, കനിഹ, കല്യാണി പ്രിയദർശൻ, ലാലു ലക്സ് ഇവരൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് മൂവി അല്ലേ. അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു യുവനടി അതിൻ്റെ ആ ചിത്രത്തിൻ്റെ സഹസംവിധായകനാൽ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അയാൾ ആ സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ എടുത്തിട്ട് അവരെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതിനു ശേഷം ഏകദേശം 6.5 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് കേസ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ ന്യൂസ് കണ്ടോ എന്നറിയില്ല. എന്തുകൊണ്ടാണ് മെയിൻ ചാനൽസ് ഒന്നും ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാത്തതെന്നുള്ള അറിയില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം എന്താ അറിയോ, ഇത് ഈ ഇങ്ങനൊരു സംഭവം ആ സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്നിട്ട് ഈ വിഷയങ്ങൾ കംപ്ലീറ്റ് അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പൃഥ്വിരാജിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടും പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സായിട്ടുള്ള ലാലേട്ടനോടും ഇവരോടൊക്കെ പറഞ്ഞിട്ടും യാതൊരുവിധ നടപടിയും അവരെടുത്തില്ല, അവർ മൈൻഡ് ചെയ്തില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ ഒരു സഹനടി ഉന്നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ വിഷയം എന്ന് വെച്ചാൽ, രാമോജി ഫിലിം സിറ്റിയിലാണ് ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നിരുന്നത്, തെലങ്കാനയിൽ വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് സീനിൽ മാത്രം അഭിനയിക്കുന്ന ഒരു സഹനടിയാണ്. ഞാനത് ഡീറ്റെയിൽസൊക്കെ ഏകദേശം കർമ്മ ന്യൂസിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ആരാന്ന് ഏകദേശം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് കർമ്മ ഈ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കർമ്മ ഏത് സീനിൽ അഭിനയിച്ച ആളാണ്, എവിടെ അഭിനയിച്ച ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പ്ലസ് അതിൽ ഈ പറഞ്ഞിട്ടുള്ള സംവിധായകൻ്റെ എല്ലാ ഡീറ്റെയിൽസും കർമ്മ ന്യൂസിൽ പറയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രത്യേക സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേക സീൻ ഇൻ ദ സെൻസ് ലാലേട്ടനും ഇവരൊക്കെ അഭിനയിക്കുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലേഡിയും ആ ഒരു സീനിലുണ്ടായിരുന്നു. അവരെയും വിളിച്ചു വരുത്തി അവരുടെ ഈ സീൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവരുടെ ഫ്ലാറ്റിലേക്ക്, അതായത് ഏകദേശം 50 കിലോമീറ്റർ വിട്ട്, അവരുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ 50 കിലോമീറ്റർ വിട്ട് ദൂരെയുള്ള ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിച്ചിരുന്നത്. അവിടേക്ക് സഹസംവിധാനം എത്തുകയും ചെയ്തു. വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വീണ്ടും അതിൻ്റെ സീക്വൻഷ്യലായിട്ടുള്ള ഒരു സീനും കൂടി എടുക്കാണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഇയാൾ ഇവിടെ സഹസംവിധായകൻ അവിടെ എത്തുന്ന സമയത്ത് ഇവരോട് ഫ്രഷായിട്ട് വരാൻ പറയുന്നു. ആ സ്ത്രീ ഫ്രഷായിട്ട് വന്നപ്പോൾ അവർക്ക് സ്പ്രൈറ്റും ചോക്ലേറ്റാണ് അവർക്ക് കൊടുത്തത്. സ്പ്രൈറ്റിൽ എന്തോ മയക്കുമരുന്നോ എന്തോ ഉറക്കഗുളിക എന്തോ ഒരു സംതിങ് ലൈക്ക് അവർക്ക് കലക്കി നൽകി. പിന്നെ ഏകദേശം 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് അവർക്ക് ബോധം വന്നത്. വളരെ അർദ്ധരാത്രിയായിട്ടാണ് അവർക്ക് ബോധം വന്നത്. ആ സമയത്ത് ഫ്ലാറ്റിലാരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. ഈ സഹസംവിധായകൻ്റെ എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കർമ്മ പറയുന്നുണ്ട്. നമ്മൾ ആ ഡീറ്റെയിൽസിലേക്കല്ല, അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ, അപ്പോൾ അങ്ങനെ ഈ സ്ത്രീ അവിടുന്ന് പോയതിന് ശേഷം അവരുടെ ഫ്രണ്ട്സിനെയും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അപ്പോൾ അവർക്ക് സിറ്റുവേഷൻ അനുസരിച്ച് അവർ മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നു അവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നീ എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു. പുലർച്ചെ 5 മണിയോട് കൂടി അവർ ക്യാബ് വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് അവരെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരുന്നു. അവിടെ വന്നതിന് ശേഷം അവർ ഈ പറഞ്ഞിട്ടുള്ള പൃഥ്വിരാജിനെ അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സായിട്ടുള്ള ലാലേട്ടനെ ഇവരൊക്കെ വിളിച്ച് വിവരം അറിയിച്ചതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് യാതൊരുവിധ റെസ്പോൺസ് ഉണ്ടായില്ല. അവരിതിലൊന്നും ഇടപെട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് അവർ രാവിലെ ഈ ഫ്രണ്ട്സിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് ഇവരുടെ വാട്സാപ്പിലേക്ക് ഇവരുടെ നഗ്ന ചിത്രങ്ങളും ഇവരുടെ വീഡിയോ കംപ്ലീറ്റ് ഈ സഹസംവിധായകൻ ഈ വ്യക്തി അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇത് പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ ഭീഷണി അല്ലേ, പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ലേഡി മാരീഡാണ്, അവരുടെ ഹസ്ബൻഡിനെ വിവരം അറിയിക്കും. ഈ സിനിമയിൽ നിങ്ങളിനി ഉണ്ടായിരിക്കില്ല, ഈ സിനിമയിൽ നിങ്ങളിനി സിനിമാമോഹമായിട്ട് നടക്കുന്ന നിങ്ങളെ കരിയർ കംപ്ലീറ്റ് നശിപ്പിക്കും, നിങ്ങൾക്ക് ഇനി മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നല്ല ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് അവരെ ഭീഷണിപ്പെടുത്തിയ ശേഷം സ്പെഷ്യലി അവരുടെ ഈ ഒരു ഫോട്ടോസും വീഡിയോയും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് സ്വാഭാവികമായിട്ടും സ്ത്രീകൾ പേടിച്ചു പോകും അല്ലേ. അപ്പോഴാണ് ഇവർ പേടിക്കുന്ന സമയത്താണ് അവർ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പൃഥ്വിരാജിനെ പോലൊരു വ്യക്തി അല്ലെങ്കിൽ ലാലേട്ടനെ പോലൊരു വ്യക്തി, സ്പെഷ്യലി പൃഥ്വിരാജ് കാരണം വെച്ചാൽ ഇതിന് മുന്നൊരു നടി പീഡിപ്പിക്കപ്പെട്ട സമയത്തൊക്കെ
വളരെ സ്ട്രോങ് ആയിട്ട് ഭയങ്കര വലിയ വലിയ ഭാഷയിലൊക്കെ സംസാരിച്ച വ്യക്തിയാണല്ലോ. ഭയങ്കര സ്ട്രോങ് ആയിട്ട് അന്ന് ആരും മിണ്ടാത്ത സമയത്തും ഈ പൃഥ്വിരാജാണ് എല്ലാവരോടും സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ എന്താ ഒരു സഹനടി ആയതുകൊണ്ടാണോ അറിയില്ല, അത്രയും ഫേമസ് അല്ലാത്ത ആളായതുകൊണ്ടാണെന്ന് അറിയില്ല, അതോ ഇനിയിപ്പോൾ ആ ഒരു സെറ്റിനെ ബാധിക്കും, ഇങ്ങനെ ഇഷ്യൂ വരികയാണെന്ന് ആ പടത്തിനെ ബാധിക്കും എന്നുള്ള ഒരു സ്ഥാപിത താല്പര്യം, വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും പൃഥ്വിരാജ് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടോ, പൃഥ്വിരാജോ ലാലേട്ടനോ, പൃഥ്വിരാജിൻ്റെ പ്രൊഡ്യൂസറാണ് അല്ലേ, പ്ലസ് ഡയറക്ടറാണ്, അപ്പോൾ യാതൊരുവിധ നടപടി എടുത്തില്ല എന്നുള്ള ഒരു വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ചെയ്ത്. വീണ്ടും ഈ ചങ്ങാതി ഇതിന് ശേഷം അവരുടെ അക്കൗണ്ടിലുള്ള പൈസ കംപ്ലീറ്റ് GPay ചെയ്ത് കൊടുക്കാൻ പറയുന്നു. ഈ ലേഡി കൊടുത്തതിന് ശേഷം വീണ്ടും കാശ് ആവശ്യപ്പെടുന്നു. അങ്ങനെ ശേഷം 6.5 ലക്ഷം രൂപയോളം ഇവർക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻ വരുന്നുണ്ട്. അവസാനം ഈ സ്ത്രീ സഹി കെട്ടിട്ട് ഇവരുടെ ഹസ്ബൻഡിനെ അറിയിക്കണം. ഹസ്ബൻഡ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചത്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഹസ്ബൻഡ് ഇവരെ സപ്പോർട്ട് ചെയ്തില്ല. ഹസ്ബൻഡ് എനിക്ക് നിൻ്റെ കൂടെ ഇനി ജീവിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ ഡിവോഴ്സ് ചെയ്ത് അവരെ ഒഴിവാക്കി പോയി. ഡിവോഴ്സാണെന്ന് അറിയില്ല, ഇവരെ കൈയൊഴിഞ്ഞു, ഇവരെ ഒഴിവാക്കി പോയി. അപ്പോൾ ഈ ലേഡി വാസ് ഹെൽപ്ലെസ്. ഇവർ തെലങ്കാന പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഈ ലേഡി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സഹസംവിധാനം ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഉപ്പ, അതുപോലെ വേറെയുള്ള ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് ഈ അസിസ്റ്റന്റ് ഡയറക്ടറെ രക്ഷിച്ചത് ആ നാട്ടിലുള്ള ഒരു CPM ലോക്കൽ കമ്മിറ്റി നേതാവ് ബന്ധമാണ്. അപ്പോൾ CPM ബന്ധം, പിന്നെ കർമ്മ ന്യൂസ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെങ്ങനെയെങ്കിലും അതിൽ കയറി കണക്ട് ചെയ്യുമല്ലോ. അതിൻ്റെ സത്യാവസ്ഥകൾ നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ അലിഗേഷനും പറയുന്നുണ്ട്. കാരണം CPMലെ നേതാക്കളുടെ ബന്ധമുണ്ടെന്ന് പറയുന്നു. അങ്ങനെ തെലങ്കാന പോലീസ് ഇവിടെ എത്തുന്ന സമയത്ത് ഈ വിവരം ഇത് ത്രൂ എങ്ങനെയാണെന്ന് അറിയില്ല, ഇവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ഇയാൾ മുങ്ങുന്നു. ഓക്കെ, മാത്രമല്ല ഇത് സീരിയസ് കേസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളും എവിഡൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷമാണ് തെലങ്കാന പോലീസ് ഹൈദരാബാദ് ഹൈക്കോർട്ടിലടക്കം ഈ ഒരു കേസ് മൂവ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഈ കേസ് എടുക്കുന്നത്. അപ്പോൾ കേസ് സ്ട്രോങ് ദാറ്റ്സ് വാട്ട് ഇതൊന്നും മനസ്സിലാവുന്നു കേട്ടോ. കേസ് സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ ചങ്ങാതി മുങ്ങുന്ന സിറ്റുവേഷനിലേക്ക് പോയി. ഓക്കെ, അതിനുശേഷം അവർ ഇവിടെ വന്ന് പിന്നെ ഇവരിപ്പോൾ ഈ ലേഡി മലയാളിയാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ കർമ്മ പറയുന്നുണ്ട് മലയാളി യുവനടി, ഇത് ഏത് സീനിൽ ഇവർ അഭിനയിച്ചു, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കർമ്മ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഏതായാലും ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഒരിക്കലും അത് ശരിയുള്ള കാര്യമല്ല. കാരണം ചില ആളെ പേര് പറയണേക്കാളും വളരെ സ്പഷ്ടമായിട്ടാണ് അവർ ഈ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ചെറിയൊരു വോയിസ്, അവരുടെ ഒരു വോയിസ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം. സംവിധായകൻ ലൊക്കേഷനിൽ വെച്ച് മയക്കുമരുന്ന് കലർത്തിയ സ്പ്രൈറ്റ് കൊടുത്ത് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് സെലക്ഷൻ ആയതിനു ശേഷം ഇതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പ്രധാനമായും ആന്ധ്രയുടെയും തെലങ്കാനയുടെയും വിവിധ ഭാഗങ്ങളിലാണ് നടന്നത്. ആദ്യത്തെ ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് യുവതിയെ വിളിച്ചു. ഈ ദൃശ്യങ്ങൾ നടന്നത് ഹൈദരാബാദിലാണ്. അത് അവിടെ ഒരു ഹോട്ടലിലാണ്. ഹോട്ടലിന്റെ പേര് വരെ പറയുന്നുണ്ട് അതിൽ. ന്റെ അടുത്ത് മെഡിക്കൽ റിപ്പോർട്ടുകളും രേഖകളും എല്ലാം ഉള്ളതിനാൽ ഈ കുടുംബത്തിന്റെ ഇത്തരം രീതിയിലുള്ള അവകാശവാദങ്ങൾ ഒരിക്കലും തെലങ്കാന പോലീസ് സമ്മതിച്ചിട്ടില്ല. തെലങ്കാന പോലീസ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത്, അതായത് 25-ാം തീയതിയാണ് കൊല്ലത്ത് പ്രതിയെ പിടിക്കുവാൻ പ്രതിയുടെ വീട്ടിൽ ഓച്ചിറയിൽ എത്തിയത്. ഓച്ചിറയിൽ എത്തിയതിന് ശേഷം പ്രതി പെട്ടെന്ന് തന്നെ സ്ഥലത്ത് നിന്ന് മുങ്ങിയായിരുന്നു. ഓച്ചിറ പോലീസിനെ ഈ കുടുംബത്തിന്റെ അവകാശവാദങ്ങൾ തെലങ്കാന പോലീസ് സ്വീകരിച്ചില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ ഈ കുടുംബം, അതായത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കുടുംബം പറയുന്നത് വെച്ചാൽ ഇവർ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഈ തെലങ്കാന പോലീസ് ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം വെച്ചാൽ അവരെടുത്തതിനുള്ള സ്ട്രോങ് സോളിഡ് എവിഡൻസിന് മാത്രമല്ല ഹൈക്കോർട്ട് ഓർഡറും കൂടിയായിട്ടാണ് അവർ വന്നിട്ടുള്ളതെന്നുള്ള പറയുന്നത്. ഓക്കെ, വോട്ടെവർ എന്താണെന്നെങ്കിലും ഇതിൻ്റെ ഫെർദർ അപ്ഡേറ്റ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇനിയിപ്പോൾ കർമ്മ റിപ്പോർട്ട് ചെയ്യുമെന്നുള്ള അറിയില്ല, ഇത് നെക്സ്റ്റ് എന്ത് സ്റ്റേജിലേക്ക് പോകുമെന്നുള്ള അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഇത് ഡിസ്കസ് ചെയ്ത് കണ്ടില്ല. ഞാൻ കണ്ടില്ല കേട്ടോ, നിങ്ങൾ ആരെയും കണ്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. കാരണം മെയിൻ സ്ട്രീം മീഡിയ ഒന്നും ഡിസ്കസ് ചെയ്ത് ഒരാളും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. ഒരു പക്ഷേ ചിലപ്പോൾ സ്വാധീനം കൊണ്ടാണോന്ന് അറിയില്ല, എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ലേഡി അണ്ടർഗോ ചെയ്തിട്ടുള്ള ഇസ് ലൈക്ക് പെയിൻഫുൾ. ഇങ്ങനത്തെ സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് റൈറ്റ്. പ്രത്യേകിച്ച് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, പൃഥ്വിരാജ് എസ്പെഷ്യലി ഇതുപോലുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഇതിന് മുന്നേ ഒരു സെയിം ടൈപ്പ് ഓഫ് സിറ്റുവേഷൻ അവരുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്നൊരു കാര്യത്തിൽ വളരെ ഘോരമായിട്ട് സംസാരിച്ച സെൻസ് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിന് ഇപ്പോൾ ദിലീപിൻ്റെ കേസിലൊക്കെ അല്ലേ, ആ കേസ് തന്നെയാണ്. ദിലീപിനെതിരെയൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ്. എപ്പോഴും ഒരു നിലപാട്, വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടുണ്ടെന്ന് നമ്മളൊക്കെ കരുതപ്പെടുന്ന ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ്. കാരണം പൃഥ്വിരാജ് ഇസ് ലൈക്ക് അയാൾ എന്ത് വന്നിട്ടുണ്ടെങ്കിലും അയാൾ വേറെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെയുള്ള കാര്യങ്ങൾ തുറന്നടിക്കും എന്ന് പറയുന്നൊരു വ്യക്തി. സ്വന്തം ഫിലിം പ്രൊഡക്ഷനിൽ, സ്വന്തം ഡയറക്ഷനിലുള്ള ഇത്രയും വലിയ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളൊരു പടത്തിൽ ഇങ്ങനെ ഒരു സംഗതി നടന്നിട്ട് യാതൊരു പരാമർശവും ചെയ്തതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അട്ടർ ഷെയിംഫുൾ. ഓക്കെ, പ്ലസ് ലാലേട്ടൻ
പുള്ളിക്കും അറിയാമെന്ന് പറയുന്നു. പ്ലസ് അതിലുള്ള സീനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ മീന അങ്ങനത്തെ ഉള്ള സീനിയർ ആയിട്ടുള്ള ലേഡി ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ലേഡിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആരും ഒന്നും സംസാരിച്ചില്ല പറഞ്ഞാൽ ഇറ്റ്സ് ഷെയിംഫുൾ അല്ലേ? എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കർമ്മയിലുണ്ട്. കർമ്മ ന്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ആരെന്താ ആളെന്നൊക്കെ എവിടെയെന്നൊക്കെ മനസ്സിലാവും. കാരണം അവർ സീൻ ബൈ സീൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യും.